ചെറിയ ഒരു ദ്വാരമുണ്ട്, ഓട്ടയുണ്ട്. അതിലൂടെ താഴോട്ട് നോക്കിയാൽ ഈ ഗുഹയിലുള്ള ആളുകളെ കാണും. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, അതാ ശത്രുക്കൾ വരുന്നു, വാളും കുലുക്കിക്കൊണ്ട് അവരത് വരുന്നു. ആ പോകുന്ന പോക്കില് അവരൊന്ന് താഴോട്ട് നോക്കിയാൽ നമ്മളെ കാണുമല്ലോ, നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹു മഅനാ, അല്ലാഹു നമ്മളെ കൂടെ ഉണ്ട്, നീ ഭയപ്പെടണ്ട, നീ ഒന്ന് പിന്നിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്ന് പിന്നിലേക്ക് നോക്കിയപ്പോൾ അതാ അവിടെ നല്ല ഒരു കപ്പൽ, ഒരു ബഹറും ഉണ്ട്. ആ ബഹറിൽ ഒരു നല്ല കപ്പൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മുസ്ലിമീങ്ങൾ ഈ ഭാഗത്തു കൂടെ വന്നാൽ നമുക്ക് പിന്നിലൂടെ ആ കപ്പലിൽ കയറി പോകാം. അല്ലാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട് അല്ലാഹു അവിടെ കടലും കപ്പലുമെല്ലാം പടച്ചു വെച്ചിട്ടുണ്ട്, നമുക്ക് ഭയപ്പെടേണ്ടതില്ല, അല്ലാഹു നമ്മളെ കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സമാധാനിപ്പിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ മഹാപണ്ഡിതരാണ്. അവര് കണ്ട കിതാബ് ഒരു വഹാബിയും കണ്ടിട്ടില്ല എന്നതും തീർച്ചയാണ്. ഇതുവരെ കേൾക്കാത്ത കഥയുമായി ഉസ്താദ് വന്നിട്ടുണ്ട് എന്നാണ് വഹാബി പുരോഹിതന്മാർ, കിതാബ് തിരിയാത്ത പുരോഹിതന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് മുകളിൽ കണ്ടത്, ഇതുവരെ കേൾക്കാത്ത കഥ. അപ്പൊ ഈ ഫുലാനും ഈ ഫുലാന്മാരൊന്നും കേൾക്കിട്ടില്ലെങ്കിൽ അത് ലോകത്ത് കഥയല്ല, അങ്ങനൊരു കഥ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് വരുമോ? എന്താണ് സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർ സൗറിൽ താമസിക്കുന്ന ആ ഘട്ടത്തിൽ ശത്രുക്കള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അടുത്തപ്പോൾ അവിടുന്ന് വിശുദ്ധ ഖുർആൻ അത് വിവരിച്ചിട്ടുണ്ട്. ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അടുക്കുമ്പോൾ നബി തങ്ങൾ പറഞ്ഞ വാക്ക് ഖുർആൻ അതിൽ ചില കാര്യങ്ങൾ വിവരിച്ചിട്ടുണ്ട്. എന്നാൽ അപ്പുറത്തൊരു സമുദ്രമതാ, ശത്രുക്കൾ ഇതിലൂടെ വന്നാൽ ആ സമുദ്രത്തിൽ ഒരു കപ്പലതാ, നീ നോക്കൂ അബൂബക്കർ എന്ന് പറഞ്ഞുകൊണ്ട് നബിതങ്ങൾ പറയുകയും അങ്ങനെ സമുദ്രം കാണുകയും കപ്പൽ കാണുകയും ചെയ്തു. ശത്രുക്കൾ ഇതിലൂടെ വന്നാൽ കപ്പലിൽ കയറി രക്ഷപ്പെടാം എന്ന് പറഞ്ഞതായ ഒരു സംഭവം ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ അവിടുത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞിരുന്നു. അത് ഇതുവരെ കേൾക്കാത്ത കഥയാണ്, ഇതുവരെ കാണാത്ത കഥയാണ്, ആരും പറയാത്ത കഥയാണ്, കാന്തപുരം ഉസ്താദ് സ്വന്തമായി നിർമ്മിച്ച് ഉണ്ടാക്കിയ കഥയാണ് എന്നൊക്കെയാണ് അന്തമില്ലാത്ത, ചരിത്ര ഗ്രന്ഥങ്ങൾ പഠിക്കാത്ത, സീറകൾ പഠിക്കാത്ത പുരോഹിത വർഗങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് ഗ്രന്ഥങ്ങളിലുണ്ട്, ചരിത്രത്തിലുണ്ട്. അങ്ങനെ ഒരു കഥ ചരിത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ മുത്തുനബിയുടെ മദ്ഹ് പറയുന്ന സമയത്ത് ആ മദ്ഹ് കൂടി ചരിത്രകാരന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഓർ സൗറുമായി ബന്ധപ്പെട്ട് പറയുന്ന സ്ഥലങ്ങളിൽ ഉണ്ട്. ആ സമയത്തെ പറ്റി ആ ചരിത്രം ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞപ്പോ ഇതുവരെ കേൾക്കാത്ത കഥ. അപ്പൊ ഈ അന്തമില്ലാത്ത വഹാബികൾ ഒരു കിതാബും നോക്കലില്ല, ഒരു ചരിത്രവും പഠിക്കലില്ല എന്ന് മനസ്സിലായി. ഈ ചരിത്രം ഇബ്നു കസീർ അൽബിദായിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. സീറത്തുൽ ഹലബിയയിൽ ഇമാം ഹലബി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇസ്മായിൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി റൂഹുൽ ബയാനിലും ഉദ്ധരിച്ചിട്ടുണ്ട്. ചരിത്രത്തിന് ഏറ്റവും അസഹായ റിപ്പോർട്ട് തന്നെ ആവണമെന്നൊന്നുമില്ല. ചരിത്രത്തിന് അസഹല്ലാത്ത റിപ്പോർട്ടും സഹീഹല്ലാത്ത റിപ്പോർട്ടൊക്കെ കൊണ്ടുവരാം. ചരിത്രം പറയുമ്പോൾ ഒരാളുടെ മദ്ഹ് പറയാൻ ഏറ്റവും സഹീഹാവണമെന്നൊന്നും നിയമമില്ല എന്നത് കൂടി വഹാബി പുരോഹിത വർഗം മനസ്സിലാക്കുക. അപ്പൊ ഉസ്താദ് അത് കൊണ്ടുവന്നത് അവിടുത്തെ മദ്ഹിന്റെ അടയാളമായിട്ട് പണ്ഡിതന്മാർ കൊണ്ടുവന്ന ഒരു ചരിത്രം ഉസ്താദ് പറഞ്ഞു എന്ന് മാത്രം.
അത് ഈ പുരോഹിതന്മാരാ കണ്ടിട്ടില്ല വെച്ചിട്ട് അത് ഇല്ല എന്ന് വരും. അതാ റൂഹുൽ ബയാനിൽ പറയുന്നത് കാണുക. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ അന്ന അഹദഹും നദറ ഇലാ ഖദമൈഹി ലഅബ്സറന, അവരിൽ ഒരാളിന് പാദത്തിലേക്ക് നമ്മളെ കാണില്ല നബിയെ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗ ജാഊനാ മിൻ ഹാഹുനാ ലദഹബനാ മിൻ ഹാഹുനാ. ഖാല ലഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, അവരിതിലൂടെ വന്ന നമ്മൾ അപ്പുറത്തു കൂടെ പോകും. അപ്പൊ സിദ്ദീഖ് അപ്പുറത്തേക്ക് നോക്കി. ഫനദറ സിദ്ദീഖ് ഇലൽ ഖാരി ഫൈദാ ഹുവ ഖദ് ഇൻഫറജ മിനൽ ജാനിബിൽ ആഖർ. അപ്പോൾ ഏതാ സൈഡിൽ ഒരു വിടവ് കാണുന്നു. ഫൈദൽ ബഹർ, അവിടെ ഒരു സമുദ്രം കാണുന്നു. ഖദ് ഇത്തസല ബിഹി, ആ വിടവിനോട് ചേർന്ന് നിൽക്കുന്നു. സഫീനത്തു മസ്തൂദത്തു ഇലാ ജാനിബി, അതിന്റെ സൈഡിൽ ഒരു കപ്പൽ കെട്ടിയിടപ്പെട്ടിരിക്കുന്നു. ഇത് റൂഹുൽ ബയാനിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇബ്നു കസീറിന്റെ ഒരു ഉദ്ധരണിയും കൊണ്ട് വന്നിട്ടുണ്ട്. എന്താണത്? അള്ളാഹുവിന്റെ കുദറത്ത് അതും സംഭവിക്കാം, അതൊന്നും തെറ്റല്ല, സംഭവിക്കൂല എന്നൊന്നും പറയാൻ പറ്റില്ല എന്ന ഉദ്ധരണി. ഏതായിരിക്കട്ടെ, ഇത് ഇബ്നു കസീറും ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു കസീറിന്റെ അൽബിദായിൽ, അതുപോലെ സീറത്ത് അൽബിദായ അതിന്റെ 3-ാം വാള്യം 224-ാം പേജിൽ, അതുപോലെ സീറത്തുൽ ഹലബിയയിൽ ഉദ്ധരിച്ചിട്ടുണ്ട് 2-ാം വാള്യം 209-ാം പേജിൽ. തഫ്സീർ ഇബ്നു കസീർ ഇദ്ഹുമാ ഫിൽ ഖാരി എന്ന ആയത്തിന്റെ തഫ്സീറിലും ഉദ്ധരിച്ചിട്ടുണ്ട്. ഇത് ചിലപ്പോൾ ലൈഫായിരിക്കാം. ലൈഫ് ചരിത്രം പറയുന്നിടത്ത് ലൈഫും സഹീഹും നോക്കേണ്ടതില്ല എന്നും, മറിച്ച് ഒരു ചരിത്രം എന്ന നിലയ്ക്ക്, ഒരു സീറ എന്ന നിലയ്ക്ക് അവിടുത്തെ മദ്ഹിന്റെ മേൽ അറിയിക്കുന്ന ഇത്തരം ചരിത്ര ഗ്രന്ഥങ്ങളുള്ളത് ഉസ്താദ് ഉദ്ധരിച്ച തെറ്റ്, ഇവരുദ്ധരിച്ചത് തെറ്റുമല്ല, ആര് ഈ പണ്ഡിതന്മാരുദ്ധരിച്ചത് തെറ്റുമല്ല, ഇത് കാണാത്ത വഹാബിയ, അവന് ഇതുവരെ കാക്കാത്ത ചരിത്രം എന്ന് പറഞ്ഞുകൊണ്ട് തള്ളുന്നത്, അത് ഒക്കെ സ്വീകാര്യവും. അപ്പൊ ഉസ്താദ് ആ ചരിത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചരിത്ര ഗ്രന്ഥങ്ങളിൽ സീറകളിൽ ഉള്ള ചരിത്രമാണ് പറഞ്ഞത്. അത് സഹീഹോ ലഈഫോ എന്ന് നോക്കേണ്ടതില്ല. മുത്തുനബിയുടെ മദ്ഹ് പറയുന്നിടത്ത് അത് പറ്റുന്നതാണ്. സഹീഹ് അല്ലെങ്കിലും മദ്ഹ് പറയുന്നിടത്ത് അങ്ങനെ ഒരു ചരിത്രമുണ്ട് എന്ന് പറയുന്നതിന് യാതൊരു വിരോധവും ഇല്ല.